നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പി ആയിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ദുബായിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും ഉള്ളി ഒറ്റയ്ക്ക് തൊല്ലി കളയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചേച്ചിമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഉള്ളിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉള്ളിലേക്കും അതേസമയം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഒരുപാട് കുട്ടികൾ പുറത്തൊക്കെ പോയിട്ട് പ്രസവരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് തനിയൊക്കെ ഉള്ള സമയത്ത് അമ്മമാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഉള്ളിലേക്കും തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതെല്ലാം പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചേച്ചിമാരൊക്കെ ഉള്ള കാരണം എന്നെ സഹായിച്ചു. ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ഉള്ളിയാണ് കേട്ടോ. ഇപ്പോൾ തൊലി കളഞ്ഞ് വരുമ്പോൾ 2 കിലോ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 2 കിലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അളവാണ് പറയുന്നത്. അപ്പോൾ 2 കിലോ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്, 2 കൈപ്പിടി കേട്ടോ. അപ്പോൾ നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിൽ വലിയ ചൈനീസ് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും, 4 കൂടി എടുത്താൽ മതിയാവും. ഇതിപ്പോൾ നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 6 കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ അവരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ നേർ പകുതി വരെ എടുക്കാറുണ്ട് വെളുത്തുള്ളി. പക്ഷേ അതിൻ്റെ വാസന എനിക്ക് അത്ര സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം, മനസ്സിലായല്ലോ? അപ്പോൾ 2 കിലോ ചെറിയുള്ളിക്ക് 1 കിലോ വരെ വെളുത്തുള്ളി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു 1/4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ വെളുത്തുള്ളി. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം വെളുത്തുള്ളിയുടെ ആ ഒരു വാസന വരുമ്പോൾ എനിക്ക് മുഴുവൻ അങ്ങോട്ട് കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ വെളുത്തുള്ളി കൂടുതലുണ്ടായ കാരണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി കുറച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾ നിശ്ചയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 2 റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊന്നും മുറിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരല്പം വെള്ളം, അതായത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉള്ളിയിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് 2-3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതിരിക്കാനാണേ. ഇനി നമുക്ക് അടച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വെച്ച് നോക്കുക. കുക്കായിട്ടുണ്ടോ നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. അരച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ളി കടിക്കാൻ ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരച്ചിട്ട് നല്ല മഷി പോലെ അരച്ചതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. ഇതാ അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ശർക്കര നീരാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെയുള്ള സൈസ് 5 കട്ട ശർക്കര, ഇച്ചിരി വെള്ളം, അതായത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഉരുക്കി വെച്ചിട്ട് നന്നായി അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര സെപ്പറേറ്റ് ആയിട്ട് ഉരുക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 തേങ്ങ എന്ന് പറയുമ്പോൾ 250 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഗ്ലാസ് വെള്ളം, സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി പല പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പാലാണിത്. അപ്പോൾ ഇതൊരു 2.5 ഗ്ലാസ് ഉണ്ട്. ഈ പാലിൽ നിന്ന് കുറച്ച് പാല് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. അതിന് അളവൊന്നുമില്ല കേട്ടോ, ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു 2.25 ഗ്ലാസോളം പാല് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാലിലോട്ട്, ഈ തേങ്ങാപ്പാലിലോട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. ഞാനിവിടെ നമ്മുടെ പാലപ്പത്തിനൊക്കെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് ആയിട്ടുള്ള അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തങ്ങ് റെഡിയാക്കി വെക്കുക. ഇത് നമ്മളുടെ ഈ ഹൽവയ്ക്ക് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി വേണ്ടത്. ഇപ്പോൾ അവസാനമാണ് നമുക്ക് ഈ അരിപ്പൊടി ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ കുറച്ച് അരിപ്പൊടി ഇതേപോലെ അങ്ങ് കലക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി അങ്ങ് വെക്കുക. ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ കട്ടകളോട് കൂടി അതിലേക്ക് ചേർക്കുമ്പോൾ അതിലൊരു കട്ട പോലെ കിടക്കും. അപ്പോൾ ഇതൊന്ന് കട്ടകൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി അടുത്ത് തന്നെ വെക്കണം.
അപ്പോൾ ഇനി നമ്മൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം അടുപ്പത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈസി കേട്ടോ. അങ്ങനെ ഇളക്കാനും അടി പിടിക്കാതിരിക്കും. അതേസമയം നമ്മൾ പുരുളിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒരു ഇച്ചിരി നിമിഷം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളി അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇത് ചെയ്യാനാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യൂമിൻ പൗഡർ. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ വാസന ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഈ ഉള്ളിയുടെ വാസനയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചുക്കിൻ്റെ പൊടി താല്പര്യം ഉണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി ഇതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ 2.25 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണം. അവസാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ചേർക്കാം. പക്ഷെ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ തന്നെ നന്നായി തെളിഞ്ഞ് വന്നോളും. പക്ഷെ നെയ്യ് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലോട്ടെ. അപ്പോഴാണ് ആ കറക്റ്റായിട്ട് മധുരത്തിന് ബാലൻസ് ചെയ്തിട്ടുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുട്ടമ്പായിനെ ഏൽപ്പിക്കാം. കുട്ടമ്പായിനെ ഇളക്കാൻ ഏൽപ്പിക്കാം. കുട്ടമ്പായി ഇനി ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. മധുരം പോരാട്ടോ. 2 കട്ടയും കൂടെ ഉരുക്കിക്കോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര വേണ്ടി വരും. അപ്പോൾ ശർക്കര ഉരുക്കാൻ പോയിട്ടുണ്ട്. ഉരുക്കിക്കൊണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇളക്കി റെഡിയാക്കി എടുക്കാം. വിറകടപ്പ് സെറ്റപ്പ് ചെയ്യായിരുന്നില്ലേ? വിറകടപ്പ് നമുക്ക് വേറെ പണിയുണ്ട് കുറേ. ഇനി അടുത്ത പണിക്ക് നമുക്ക് അതിൽ ചെയ്യാം കേട്ടോ. ഇപ്പം എന്തായാലും ഇളക്കി അതൊരു പരിവാവുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ഭാഗം റെഡിയാവുന്ന സമയത്തിന് അതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പം ഇതൊക്കെ മരുന്ന് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേഹത്തിൽ ചേർക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ മരുന്നുകളൊക്കെ കിട്ടും കേട്ടോ. ഇത് പക്ഷെ ഞാനിതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മരുന്നുകളൊന്നും ചേർക്കാത്ത ഉള്ളിലേക്കാണ്. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ വേണമെങ്കിൽ നിങ്ങൾ മരുന്ന് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അത് നന്നായിട്ട് ഇതിൻ്റെ അരച്ച് ചേർത്തിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അല്ലെങ്കിൽ മറ്റേന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആൾക്കാർ കഴിക്കില്ല. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ നല്ലത് മരുന്നുകൾ ഇടുന്നതാണ്. അല്ലെങ്കിൽ വൈദ്യരോട് ചോദിച്ചാൽ മതി. വൈദ്യരോടോ ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. വീണ്ടും ഞാനൊരു 2 കട്ട ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം മധുരം കുറവായിരുന്നു. നമ്മൾ ഇളക്കുന്ന ആളെ കാണുന്നില്ല. എത്തി കുട്ടമ്പായി ഇവിടെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 7 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലാസ്റ്റും ഈ പറഞ്ഞ പോലെ ഇച്ചിരി മധുരം കുറവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ശർക്കരയല്ല പനഞ്ചക്കര നമുക്ക് ചേർക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിപ്പോൾ ശർക്കര ചേർത്തുനിന്ന് മാത്രം. നമ്മുടെ ഹലുവ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി മിക്സില്ലേ, അരിപ്പൊടി തേങ്ങാപ്പാൽ മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ അത് ഇളക്കണേ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ കട്ട പിടിക്കും. നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പൊട്ടിത്തെറി ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്രയും മാക്സിമം കുഴിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ നീളമുള്ള കയ്യിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ കയ്യിൽ തോർത്തൊന്ന് ചുറ്റി കെട്ടിയാൽ മതി. അപ്പോൾ കയ്യിലോട്ടൊന്നും തെറിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഫുൾ കൈ ഷർട്ട് ഇടാൻ ചേട്ടൻ പറയുന്നു. എന്നാലും മേലുമ്പേക്കാവും. തോർത്ത് കെട്ടിക്കഴിഞ്ഞാൽ കൂടെ എന്ന് വെച്ചാൽ നല്ല കട്ടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ കൊള്ളില്ല. 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കുന്നത് റെഡിയായി കിട്ടാൻ. നമ്മുടെ ഉള്ളിലേക്ക് ഈ പരുവത്തിലായിട്ടോ. അപ്പോൾ ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അതല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നല്ല തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരില്ല. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ടത് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കി കുറച്ചും കൂടെ ഒന്ന് തിക്കാവണം. ഇതിപ്പോൾ പൊട്ടിത്തെറിയൊക്കെ മാറി ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റ് മാറുമ്പോൾ പൊട്ടിത്തെറിക്കൽ കുറയും കേട്ടോ. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ചെറിയ കയ്യിൽ വെച്ചിട്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ വലിയ കയ്യിൽ വെച്ചിട്ടല്ലേ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി പൊട്ടിത്തെറിക്കില്ല. വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ തിക്കാവണം. കുറച്ചും കൂടെ തിക്കാവാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഒന്ന് കലക്കിതിരിക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അരിപ്പൊടി മതി. ഒരുപാട് അരിപ്പൊടി ആയി കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല വാസന വരുന്നുണ്ട്.
നല്ല പരിവായിട്ടുണ്ട് കേട്ടോ കുട്ടേട്ടാ, കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് വരുന്നില്ലേ, ഈ വിട്ട് വരുന്ന അവസ്ഥയിലാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടേട്ടൻ പറയേണ്ടതിലേക്ക് കുറച്ച് ഏലക്ക കൂടി വേണമെന്ന്. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി കണ്ട് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചുക്കുപൊടി ആണെങ്കിൽ ചുക്കുപൊടിയോ എന്താണ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഓഫ് ചെയ്യാം. ഒരു ടീസ്പൂൺ വീതം 3 നേരം കഴിക്കാം. അതെ, അങ്ങനെയാണ്, എനിക്കറിയില്ല, ഞാൻ വൈദ്യുതല്ല. അപ്പോൾ ചെയ്യാൻ നിവൃത്തിയുള്ളവർ ചെയ്യുക, അമ്മമാർ ചെയ്ത് കൊടുക്കുക. കുറേ പേർക്ക് അറിയില്ല എന്ന് പറയണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് നാട്ടിൽ വന്നപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചത്. കുട്ടൻ വൈദ്യരോട് പറഞ്ഞു. അതെ, കുട്ടൻ വൈദ്യർ ഉണ്ടാക്കി തരട്ടെ. ഇവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടൻ വൈദ്യർ ഉണ്ടാക്കി തരുന്നു. അപ്പൊ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്ത് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നാളെയാ നമുക്ക് വേറെ പരിപാടി, മഞ്ഞൾ ലേഹ്യോ. നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എനിക്ക് പറ്റുന്നതാണെങ്കിൽ നാട്ടിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുൻപായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതെന്തായാലും നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 1 കിലോ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ചേച്ചി. അപ്പോൾ നമ്മുടെ ഉള്ളിലേഹ്യം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് നല്ല ലൂസായിട്ട് എടുക്കണമെങ്കിൽ ലൂസായി എടുത്തോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് ടൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഉലുവയുടെ പോലെ തന്നെ ഇച്ചിരി കൂടെ ഒന്നും കൂടെ വരട്ടിയിട്ട് ശരിക്കും മുറിച്ചെടുക്കുന്ന പരുവത്തിലോട്ടാക്കും. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് മുറിച്ചെടുക്കുന്ന പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ ലേഹ്യം നമ്മൾ പറയില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കത് ഹൽവ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലേഹ്യം ഞാനൊരു ഇലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 കിലോ ഉണ്ടാക്കിയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. വിശിഷ്ടമായ ഒരു ലേഹ്യം കൂടിയാണിത്. പ്രസവിച്ച് കഴിഞ്ഞ് സ്ത്രീകൾ കഴിക്കുന്നതിനാന്ന് വെച്ചാൽ ഒരുപാട് ബ്ലഡ് ലോസ് ആയവർക്ക് വേണ്ടി നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കാർന്നമാന് പറയാം മുറിവ് ഉണങ്ങാനാന്നാണ് പറയുക, പക്ഷെ അതിൻ്റെ സംഭവം ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തശുദ്ധീകരണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിക്കാം. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പഴമക്കാരൊക്കെ പണ്ട് കാലത്ത് പറയുക പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രസവരക്ഷയുടെ ഉള്ളിലേഹ്യം എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഉള്ളിലേഹ്യം എന്നല്ലാതെ ഉള്ളി ഉരുക്കിയതൊന്നും പറയും കേട്ടോ. ഈ ഉള്ളിലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും, അതുകൊണ്ട് വിളർച്ച കുറയും. അതായത് അനീമിക് ആയുള്ളവർക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും. 1 ടേബിൾ സ്പൂൺ വീതം 2 നേരം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കഴിച്ചാലും മതി. ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായി വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്താം. കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ചിലവർക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ വെളുത്തുള്ളി കംപ്ലീറ്റ് ഒഴിവാക്കിക്കോളൂ, ഉള്ളി മാത്രം എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കരിപ്പെട്ടി വെച്ചിട്ടും, അതായത് ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതിലുള്ള സ്പൈസസിൻ്റെ ലെവൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കാർഡമം പൗഡർ കൂടുതൽ വേണമെങ്കിൽ ഇടാം, ചുക്കുപൊടി ഇടാം, അങ്ങനെ ഇഷ്ടങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. പൊട്ടിത്തെറിക്കുന്ന കാര്യം മാത്രം ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ അളവിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതെങ്ങനെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കാം ചൂടാറിയതിന് ശേഷം. 1 മാസമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് കുറച്ച് പുറത്തെടുത്തിട്ട് കഴിച്ചാൽ മതി. തണുപ്പോട് കൂടി കഴിക്കേണ്ട, ചെറുതായിട്ട് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം കഴിച്ചാൽ മതി. ഇത് ഒരുപാട് അളവിൽ ഉണ്ടാക്കി വെക്കുന്നേക്കാളും നല്ലത് ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 1 മാസമൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് അരിഷ്ടം കഷായം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഉള്ളിലേഹ്യം, ഉലുവാലേഹ്യം, പൂക്കുല ലേഹ്യമൊക്കെ കഴിക്കും. അപ്പോൾ 14 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ ലേഹ്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ പ്രസവിച്ച സമയത്ത് കഴിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ അധികം പേര് കഴിക്കാറൊന്നുമില്ല ഇതൊന്നും, പക്ഷേ ആവശ്യമുള്ളവർക്ക് ആണ് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്കൈവറിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 മില്യൺ ആവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? ഓക്കെ, പിന്നെ വന്നു. എന്തൊക്കെ സൗണ്ടുള്ള ഓട്ടോറിക്ഷ? മൈക്ക് വെക്കണോ? ധൈര്യപ്പെട്ട് കൈ കാലുമേലൊക്കെ നോക്കി നടത്താം. ഒരു സ്റ്റൂള് വേണ്ടി വരും മിക്കവാറും. പരിവാ അറിയണ്ടേ? അതറിയാം, അതൊന്നും നോക്കി അറിയില്ല.
മറ്റേത് കയ്യുമ കെട്ടണം, വടി വെച്ച് കെട്ടണം. ഇങ്ങനത്തെ വടി ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതിന്റെ വലുതുണ്ട് കേട്ടാ. മതി.